എത്ര വലിയ കറുപ്പും തുടച്ചു മാറ്റി സ്കിന്നിന് നല്ല പോലെ നിറം വെപ്പിക്കും. ഇതുപോലെ നിങ്ങളുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻ പീല് ചെയ്ത് പോകുന്ന ഒരു കിടിലൻ ഫേഷ്യൽ. മുഖത്തിന്റെ ചർമ്മത്തിന് തിളക്കത്തിന് വേണ്ടി നല്ല ക്ലീൻ സ്കിൻ ആക്കാനും വേണ്ടി മാസത്തിൽ ഒരിക്കലെങ്കിലും സെലൂണിൽ പോയിട്ട് നിങ്ങൾ ഫേഷ്യൽ ചെയ്യാറുണ്ടോ? അതിന്റെ ആവശ്യമില്ല കേട്ടോ. ഇപ്പം നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ജോലി തിരക്കുകൾ കൊണ്ടും നിങ്ങളുടെ സ്കിന്നിനെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എങ്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 3 സ്റ്റെപ്പ് ഫേഷ്യലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സെലൂണിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാം, പണവും ലാഭിക്കാം. സമയം കളയേണ്ട, നമുക്ക് ആ ഒരു ഫേഷ്യൽ ചെയ്യാം. അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നൊക്കെ ഉള്ളത് പറയാം. അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. ഇതാ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന സ്റ്റെപ്പ് ഗ്ലോയിങ് സ്കിൻ ഫേഷ്യലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഹോം മെയ്ഡ് പരമായിട്ടുള്ള ഈ ഒരു ഫേഷ്യൽ ചെയ്തു കഴിഞ്ഞാൽ സെലൂണിൽ ചെയ്യുന്ന ഫേഷ്യലിനെക്കാട്ടിലും ഇരട്ടി തിളക്കം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇപ്പം നിങ്ങൾ വയ്ക്കും ഹോം മെയ്ഡ് അല്ലയോ, എങ്ങനെ കിട്ടുമെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. കറക്റ്റായ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ സെലൂണിൽ ചെയ്തപ്പോൾ 2000-3000 വിലയൊടുപ്പുള്ള ആ ഒരു ഫേഷ്യലിന്റെ തിളക്കം നമുക്ക് ഹോം മെയ്ഡ് പരമായിട്ടുള്ള ഈ ഒരു ഫേഷ്യൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ പറയുന്ന ഫേഷ്യൽ ഒന്ന് ചെയ്തു നോക്കണേ. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യണം. ഇപ്പം നിങ്ങൾക്കിപ്പം ഒന്നും വെളിയിലെങ്ങും പോകുന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഫേഷ്യൽ ചെയ്താൽ മതി. 10 രൂപ ലാഭിക്കാമല്ലോ നമുക്ക്. എന്തിനും വിപണിയിൽ കിട്ടുന്ന 2000-3000 വിലയോടുള്ള ഫേഷ്യലൊക്കെ ചെയ്യണം. അതിനെക്കാട്ടിലും ഒക്കെ തിളക്കമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ഫേഷ്യൽ നിന്ന്. അതായത് നമ്മളൊരു 100 ഫേഷ്യൽ ചെയ്യുന്നതിൻ്റെ തിളക്കം വെറും ഒരു ഫേഷ്യൽ നിന്ന് നമുക്ക് നമ്മുടെ ഫേസിന് കിട്ടും. അതും ഒരു മാസം വരെ നമ്മുടെ ഫേസ് ആ തിളക്കം നിലനിർത്തിക്കൊണ്ട് പോകാനും കൂടി സാധിക്കും. സമയം കളയേണ്ട, നമുക്ക് ആ ഒരു ഫേഷ്യൽ തയ്യാറാക്കാം. അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും ഫേസിൻ്റെ ആ ഒരു സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്യാം. അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് നമുക്ക് കാണാം. അതിലേക്ക് പോകാം. നമ്മുടെ ഫേഷ്യലിന് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ആപ്പിളാണ്. ഒരു മീഡിയം വലിപ്പത്തിലുള്ള ആപ്പിൾ വേണം. ആപ്പിളിനകത്ത് വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്നുണ്ട്. ഈ ആപ്പിളിൻ്റെ ജ്യൂസ് നമ്മുടെ സ്കിന്നിൽ തേക്കുന്നത് കൊണ്ട് കൊളാജൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്താനും സാധിക്കുന്നു. കോപ്പർ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്ന് നമ്മുടെ ചർമ്മത്തെ ഈ ആപ്പിളിൻ്റെ ജ്യൂസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ വിറ്റാമിൻ എ നമ്മുടെ ത്വക്ക് ക്യാൻസറിനെ തടയാനും കൂടി സാധിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും നമ്മുടെ ആ ഒരു മീഡിയം വലുപ്പത്തിൽ ആപ്പിൾ ഫുള്ളായിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തു. ഇനി ഇത് നമുക്ക് കുറച്ചെടുക്കും. അതിൽ നിന്ന് ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ക്ലെൻസിന് വേണ്ടി അതിനുവേണ്ടി ഒരു പാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ഗ്ലിസറിൻ ചേർക്കണം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ആപ്പിൾ നീരും കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ആപ്പിൾ നീര് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അങ്ങനെ ആപ്പിൾ നീര് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഇത് മിക്സ് ആക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റിലത്തെ സ്റ്റെപ്പായിട്ടുള്ള ഗ്ലിസറിൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. 1000 ഫേഷ്യൽ ചെയ്യുന്നതിനെക്കാട്ടിലും ഈ ഒരു ഫേഷ്യൽ ചെയ്താൽ മതി. നമ്മുടെ ആപ്പിൾ വെച്ചിട്ടുള്ള ഫേഷ്യൽ. ആദ്യത്തേത് ക്ലെൻസ് ആണ്. നമുക്ക് എന്തായാലും ക്ലെൻസ് ചെയ്യാം. ക്ലെൻസ് തയ്യാറാക്കിയത് നിങ്ങൾ കണ്ടല്ലോ. ഞാനിപ്പം നിങ്ങൾക്ക് കോട്ടൺ ഉപയോഗിച്ചുകൊണ്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് റിമൂവ് ചെയ്യാം. ഞാനിപ്പം കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവരുടെയും കയ്യിൽ നമ്മുടെ കോട്ടനൊന്നും കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ പിന്നെ ചെയ്യാവോ? കോട്ടണില്ല, ആപ്പിൾ കിട്ടി, എന്ത് കോട്ടൺ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ കണ്ണിൻ്റെ അടിയിലും ഒക്കെ നമുക്ക് ഈ ഒരു ക്ലെൻസ് ചെയ്യാം. നാച്ചുറലാണ്. അങ്ങനെ ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 മിനിറ്റിന് ശേഷം തുടയ്ക്കാം. 2 മിനിറ്റായിട്ട് നമുക്ക് തുടയ്ക്കാം. തുടച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫേസിൽ നിന്ന് നല്ല പോലെ ഇതുണ്ട്, ഡെഡ്സ് ഒക്കെ പോയിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള മസാജിങ് ക്രീം തയ്യാറാക്കാം. അതെങ്ങനെയാണെന്നുള്ളത് കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ക്ലെൻസ് ചെയ്ത് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. മസാജിങ് ക്രീമാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് അലവേറ ജെല്ലാണ് വേണ്ടത്. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ഗ്ലിസറിനാണ് ചേർക്കേണ്ടത്. അത് 1/2 ടേബിൾ സ്പൂണാണ് ഗ്ലിസറിൻ ചേർക്കേണ്ടത്. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കാം. പിന്നെ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഇത് നല്ല പോലെ അങ്ങ് മിക്സ് ആക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ക്രീം പരുവത്തിലായി കിട്ടുന്നതാണ്. ഇനി നമ്മൾ മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ചേർക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളിനകത്ത് നിന്ന് അതിൻ്റെ കുറച്ചെടുത്തിട്ട് അതിൻ്റെ നീര് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഈ ഒരു ക്രീമിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഈ ഒരു ക്രീം നിങ്ങൾക്ക് ഡെയിലി സ്കിൻ കെയറിനകത്ത് ഉപയോഗിക്കാനും കഴിയുന്നതാണ് കേട്ടോ, നൈറ്റ് ക്രീമായിട്ട്. അങ്ങനെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫേസിലിട്ട് മസാജ് ചെയ്യുന്ന രീതിയും എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ 2 മിനിറ്റ് ശേഷം നല്ല പോലെ സ്കിൻ സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല പോലെ ഒരു തിളക്കവും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. എന്തായാലും നമ്മുടെ മൂന്നാമത്തെ സംഭവം എന്താണെന്നുള്ളത് പറയാം. അതിന് മുന്നേ ആ പാക്ക് എന്തായാലും നമുക്ക് തയ്യാറാക്കാം കേട്ടോ. ഒരു പാക്ക് ഉണ്ടല്ലോ,
അത് തയ്യാറാക്കാം. മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ആ പാക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളത് കണ്ടു. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വീഡിയോസ് ക്ലിപ്പൊക്കെ മിസ്സായിപ്പോയി. എല്ലാവരും എന്നോട് ക്ഷമിച്ചേക്കണേ. ആ ഒരു മസാജിങ് ക്രീം ഇട്ട് നോർമൽ രീതിയിലൊരു മസാജ് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ ഫ്രീ ആയിട്ട് വിടേണ്ടതാണ് കേട്ടോ. ഇനി നമ്മുടെ മൂന്നാമത്തെ ആ ഒരു പാക്കിലേക്ക് പോകാം. അതിനുവേണ്ടി ആപ്പിൾ ഗ്രേറ്റ് ചെയ്തത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ഫേഷ്യൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യാനായിട്ട് നോക്കണേ. നിങ്ങളുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഇപ്പോൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് കരിവാളിക്കുന്നത്. കരിവാളിപ്പിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഫേഷ്യൽ നിന്ന് സാധിക്കും. അതിനുശേഷം നമ്മൾ അടുത്ത് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൾട്ടാണി മിട്ടി പൗഡറാണ് ചേർക്കുന്നത്. അങ്ങനെ മുൾട്ടാണി മിട്ടി പൗഡർ ചേർത്തു. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് ചേർക്കുന്നത്. ലെമൺ ജ്യൂസ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ചിലർക്ക് അലർജി ഉള്ളവരുണ്ട്, അപ്പം നിങ്ങളത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാൻ നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറാണ് ചേർക്കേണ്ടത്. റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ നമ്മുടെ പാക്ക്. ഇനി ഇത് നമുക്ക് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കഴുത്തിൻ്റെ ഭാഗത്ത് ഇടുന്നില്ല, നിങ്ങൾ കഴുത്തിൻ്റെ ഭാഗത്തും ഇടാനായിട്ട് നോക്കണേ. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ഒരു കുക്കുംബറോ കോട്ടണിനകത്ത് കുറച്ച് റോസ് വാട്ടർ മുക്കിയിട്ട് വേണമെങ്കിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് റിസൾട്ട് നോക്കാം. ഒരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫേഷ്യൽ പാക്ക്, നമ്മൾ ഫേഷ്യലിൻ്റെ ലാസ്റ്റത്തെ സ്റ്റെപ്പായിട്ടുള്ള പാക്ക് ഫേസിൽ നിന്ന് തുടയ്ക്കുകയാണ്. കണ്ടോ സംഭവം കണ്ടോ. എന്തായാലും ഞാൻ തുണിയുടെ വെച്ച് നിന്ന് തുടയ്ക്കട്ടെ. നല്ലപോലെ സ്കിന്നിൻ്റെ ആ ഒരു ഷെയ്ഡൊക്കെ കൂടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇനി എന്തിന് നിങ്ങൾ ഫേഷ്യൽ ചെയ്ത് പണം കളയണം? ആപ്പിൾ മേടിക്കുന്ന സമയത്ത് ഒരു 1/2 മുറി ആപ്പിൾ മാത്രം മതി. നല്ല ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ചെയ്തിട്ട് എന്തായാലും റിസൾട്ട് ഒന്ന് പറയണേ കേട്ടോ. കണ്ടല്ലോ, ഫേഷ്യൽ ചെയ്തതും അതിൻ്റെ റിസൾട്ടും ഒക്കെ ഉണ്ടല്ലോ. 100 ഫേഷ്യൽ ചെയ്തതിനെക്കാട്ടിലും തിളക്കം കിട്ടിയല്ലോ. 2000-3000 വിലയെടുപ്പുള്ള ഫേഷ്യൽ ഇനിയും ചെയ്യണോ? ഈ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുമല്ലോ. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.